ലിയോ റാംബോ GF ഇതാ. എന്ത് ഗേൾഫ്രണ്ട്? ഓള് പറഞ്ഞ നിന്റെ ഗേൾഫ്രണ്ടാന്ന്? ഓള് പറഞ്ഞ അത് ഇന്നത്തെ അയച്ചത്. ഈ ചാറ്റ് പറഞ്ഞ അയച്ചാടാ. ലിയ ഫ്രീ ആണോ? എന്ത് ചെയ്യാ? ആണോ? റാംബോക്ക് ഭയങ്കര ആഗ്രഹം നിന്നെ വെച്ച് പബ്ജി കളിക്കണം. പബ്ജി ഇല്ലല്ലോ ഫോണില്. പബ്ജി ഇല്ലേ? പബ്ജി കളഞ്ഞെന്നല്ലേ പറഞ്ഞ? കളിക്കലുണ്ട്. ഇവൻ നമുക്ക് മൂന്നാൾക്ക് ഒന്നിച്ച് കളിക്കാം, പബ്ജി കളിക്കാം. അല്ല അറിയണ്ട, നിനക്ക് കളിക്കാൻ അറിയാം, ഒന്നിച്ച് തന്നാ മതി. ഐഡിയ എന്താ? പബ്ജിന്റെ ഐഡിയ എന്താ? ഇല്ല അത് കിട്ടുന്നില്ല. നീ പറഞ്ഞ ഐഡിയ കിട്ടുന്നുണ്ടായില്ല. ലെവലപ്പോ സ്റ്റക്കായി. ഹലോ ആ നോക്ക്. ഇതെന്താണ് എല്ലാവർക്കും ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കണ? സൂപ്പർ ചാറ്റ് വേണ്ടിണ്ടെന്ന് തോന്നുന്നു. എടാ ഇവനെന്താ നിന്റെ ബോയ് ഫ്രണ്ടിനെ പോലെ കളിക്കുന്നു ഇവൻ. ഇവനെന്താ നിന്റെ ബോയ് ഫ്രണ്ടിനെ പോലെ പെരുമാറുന്നത്? ആ വെറുതെ വേഷം കെട്ട് പോടാ അപ്പുറത്ത്. എന്തോന്നു? എന്താണ്? എന്താണ്? നീ അതിന് വന്നപ്പോ എന്നെ വേണ്ടേ? എന്താ ഇതിനടാ? എടാ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? പിന്നെന്താ? നമ്മള് വെറും ഫ്രണ്ട്സ് അല്ലല്ല. നിങ്ങൾ വെറും ഫ്രണ്ട്സ് അല്ലേ? ലിയ പറയട്ടെ. ലിയ പറഞ്ഞ ഞാൻ ഇപ്പൊ കട്ടാക്കാം. ഓക്കെ ലിയ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ലിയ പറഞ്ഞ ഞാൻ ഇപ്പൊ കട്ടാക്കാം. ഓക്കെ ലിയ പറ ഇവന്റെ ഗേൾഫ്രണ്ട് ആണോ അല്ലയോ? നീ ഇവന്റെ ഗേൾഫ്രണ്ട് ആണോ അല്ലയോ? ഫ്രണ്ട് കേട്ടല്ലോ. കളിക്ക ഐഡിയ പറ. പബ്ജി കളിയോ? ശരത്ത് ഓവർ ആക്ടിങ് കാര്യതാ. ചാറ്റ് മൊത്തം ഓവർ ആക്ടിങ്. എടാ നീ അമ്മ സത്യം ഇവള് ഗേൾഫ്രണ്ട് ആണ്. എടാ വെറുതെ വേഷം കെട്ടടാ. എൽ കട്ട് എന്ന് പറഞ്ഞ എൽ കട്ടോ ലൈൻ കട്ടോ കിട്ടിയ ഐഡിയ കിട്ടിയാ? ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ അയക്കോ? ആ കോപ്പി ചെയ്തിട്ട് വാട്സപ്പിൽ പേസ്റ്റ് ചെയ്യും ഇപ്പൊ തന്നെ. ആ കുഴപ്പമില്ല. ഒരു കളി ഒരുമിച്ച് കളി. ഒറ്റ കളി അറിഞ്ഞൂടെങ്കിൽ കളിക്കണ്ട പറ്റോ? പിന്നെന്തിനാണ് ഐഡിയ കഴിക്കണത്? എടാ ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് മാറ്റട്ടെ. നിന്റെ പേര് സേവ് ചെയ്തൊന്ന് മാറ്റട്ടെ. ഈ ലിയ റാംബോ GF എന്നുള്ളത് മാറ്റട്ടെ. വെറും ലിയാന്ന് മതിയാ പോരെ? നിന്റെ ഗേൾഫ്രണ്ട് അല്ലാന്ന് അവള് പറഞ്ഞു. പിന്നെന്താ? അതിന് ഉറപ്പിക്കാൻ നിങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലാന്നാണ് ഓള് പറയുന്നത്. ആണോ? അങ്ങനെയാണോ? അല്ല ഉറപ്പിച്ചാന്നെല്ലാം ചോദിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തോ ഉള്ള പോലെ. നമ്മളെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഗേളായിട്ടുള്ള ഫ്രണ്ട് അങ്ങനെ അവള് പറഞ്ഞേ. ഞാൻ പറഞ്ഞോണ്ട് അവള് പറയണല്ലേ. ഞാനും ഇത്രയും നാൾ അങ്ങനെയല്ലേ പറഞ്ഞത്. അത് നമ്മൾ തമ്മിലുള്ള ഒരു ഇതല്ലേ, അന്തർധാര. റാംബോ ഊമ്പി. നിങ്ങളെ എല്ലാരും ഇത് ആലോചിക്കണം. എന്ത് ഇതൊക്കെ എല്ലാരും ആലോചിക്കണം. എടാ നീ എന്തോ ഓള് തെറ്റ് ചെയ്ത പോലെ നീ പറയുന്നത് മനസ്സിലാ? ആൾക്കാരെല്ലാം എല്ലാം ഇടുന്ന എന്താ പറയുക? നീ ഓളെ തെറ്റുകാരെ ആക്കിയിട്ടാണ് ഇതാക്കുന്നത്. ഓള് പറയുന്നത് ഓള് നീയായിട്ട് ഇതില്ലാന്ന്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അല്ലാന്ന് ഓള് പറഞ്ഞു.
പിന്നെ ഫ്രണ്ടാന്ന് ഓള് പറഞ്ഞു. എന്നിട്ട് നീ പിന്നെയും ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോ ആൾക്കാർ ഓളെ നെഗറ്റീവ് വിചാരിക്കല്ലേ? ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്. അപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? ആ പിന്നെ ഇവ എന്ത് സമ്മതിക്കാത്ത? പോയി കടയുടെ ഇവൻ വേറെ ആര്? മോളെ നീ എന്തിനാണ് ഇങ്ങനെ ഐഡിയ ഒക്കെ കൊടുക്കുന്നത്? എന്റെ അടുത്ത് ചോദിച്ചാ ഐഡി കൊടുക്കട്ടോ എന്ന് ചോദിച്ചാ. ആ ഇതെന്തൊരു ക്രിഞ്ചാന്നാണ് ഇത്. അയ്യേ ആ ഇവൻ ഫുൾ വേഷം കെട്ടാ, മൊത്തം വേഷം കെട്ട്. അയ്യേ നമുക്ക് കളിക്കാലിയാ, വാ നമുക്ക് ഗെയിം കളിക്കാം വാ. ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. റിമൂവ് റാംബോ അല്ലേ? നീ പോയിക്കോ എടാ. അപ്പൊ ശരി, അപ്പൊ ശരി, കഴിയാതെ അപ്പൊ ശരി കാണാം. എല്ലാവർക്കും ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് ആലോചിച്ചോളാം. എടാ ഗേൾഫ്രണ്ട് അല്ലാതെ ഓള് പറയുന്നത്. എടാ ഓള് പറഞ്ഞ എടാ മുത്തേ ഈ ഞാൻ എന്ത് ചെയ്ത്? ഓള് പറയുന്നത് ഇതാണ്. എന്താണ് എന്റെ ഫ്രണ്ടിനോട് നീ എന്തിനാ സംസാരിക്കണം? ഫോൺ വെച്ച് എന്ത് ഓന് സംസാരിക്കണം? എടാ ഫ്രണ്ടല്ലേ എന്ത് ഫ്രണ്ട്? മമ്മൂന് സംസാരിക്കണമെങ്കിൽ മമ്മൂ സംസാരിക്കും. ഓക്കെ നീ കൊറേ ഇതാക്കണ്ട. നീ ഇവിടെ മഴ പാടാമോ അല്ല പിന്നെ വാ സംസാരിക്കും. ഇതൊന്നും നാറുന്നാണ് എന്റെ മുടി. ഇതിനാണ് ഇതിനെ പിടിച്ച് മടിയിലൊക്കെ ഇരുത്തിട്ട് എന്ത് സംസാരിക്കും? ഫ്രണ്ടല്ലേ നിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ എല്ലാരും ഫ്രണ്ടാണ്. എടാ ഫ്രണ്ടാണ് സംഭവം. ഇവൻ പറയുന്നത് ഇവൻ എന്തെല്ലോ പറഞ്ഞു പറയുന്ന നോക്കട്ടെ. നീ സംസാരിക്കും. എന്താണ് ലിയ ഫുഡ് കഴിച്ചാ? നീ കഴിപ്പിക്കണ്ട, ഞാൻ കഴിപ്പിച്ചോളാം. ഇതെന്താ ഞാനും സംസാരിക്കുന്നില്ല? എന്തിനാ സംസാരിക്കണം? എന്താ നീ പൊട്ടനെന്താ കളിക്കുന്നത്? തലയും ചോറിട്ട് സംസാരിക്കടാ. നീ അല്ലേ സംസാരിക്കണം എന്ന് പറഞ്ഞേ? വേറെന്താ? അയ്യേ എൽറിസ് ബ്രോ, എൽറിസ് അയ്യേ പോടാ. ഞാൻ സംസാരിക്കാം. പറയടാ. ഫുഡ് കഴിച്ചാ? നീ ഈ 200 കിലോ എന്റെ മേത്തിൽ നിന്ന് അൺലോഡ് ചെയ്ത് നീ എന്നല്ലേ ഇരിക്കാൻ പറഞ്ഞത്? എണീക്ക് എടാ. ഇരിക്കുന്ന ഒരു ഇതുമില്ല. കഴിച്ചു. ഞാൻ കഴിച്ചാന്ന് വിളിത്ര നേരമായിട്ട് ചോദിച്ചില്ല. അത് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നു കഴിച്ചോ. നീ എന്നെ തിന്നിപ്പിക്കണ്ട. കൈ ഇതെന്താ നീ തടിയും കയറി ഇരുന്നിന്? അവന് ചോറ് വാരി കൊടുക്കും. എന്നിട്ടേ നീ എന്തിനാ ചൂടാന്ന് പറയാ? നമ്മള് ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ കാഷ്വൽ ടോക്കാന്ന് ഇവിടെ നടക്കുന്നത്. നീ എന്തിനാ ചൂടാന്ന്? ഹലോ ഐഡി ഞാൻ അക്കൗണ്ടിലേക്ക് റിക്വസ്റ്റ് അയക്കാം. പബ്ജി അക്കൗണ്ടിലേക്ക് റിക്വസ്റ്റ് അയക്കാം. ബൈ ആക്സെപ്റ്റ് ചെയ്യാനല്ല അറിയോ? വേം വാ. A few minutes later. നീ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എടാ മുത്തേ നീ വെറുതെ വിളിക്കണ്ട. നെറ്റ് ഓഫ് ഇല്ല നെറ്റ് ഓഫ് അല്ല. റിങ് ഹലോ ലിയ, ഇതെന്താ ഇവിടെ നടക്കുന്നത്? നീ എന്താണ് ഇതൊന്നും ഓക്കെ ആക്കി തന്നെ? ഇത് ഇവൻ എന്നോട് എന്തോ മുഖം കറുപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇവ കുറേ സമയമായിട്ട് ഇവ ചിരിക്കുന്നുമില്ല, മൊത്തം മുഖം ചൊളിച്ചിരിക്കാന്ന് ഇടാ. ഇതൊന്നും ഓക്കെ ആക്കിയേ. എന്തോ ഓക്കെ ആക്കാൻ എനക്കറിയില്ല. നിങ്ങളെന്താ വെച്ചാൽ സംസാരിച്ച് ഇപ്പോൾ ഓക്കെ ആണോ? അല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ഇന്ന് മര്യാദയ്ക്ക്. ഇതെന്തോ ഞാൻ തെറ്റ് ചെയ്ത പോലെ. എന്താണ്
അനി നീ ഏതാ? എന്തോ പ്രശ്നം എന്ന് വെച്ചാണ്? ഇതാരാണ് കാര്യം അന്വേഷിക്കാൻ വന്നേക്കുന്നത്? ഒരു മുട്ട ഇരട്ടെ സോറി സീരിയസ് തമാശ. നമ്മുടെ തക്കടവിടെ നമ്മുടെ മൊന്നവിടെ നമ്മുടെ മൊന്നവിടെ നമ്മുടെ മൊന്നാരാ നമ്മുടെ മൊന്നാരാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞില്ല. കുറെ ആൾക്കാർ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇവന്റെ മാനസിക വിഷമം നമുക്കേ മനസ്സിലാവും. നീ ഒന്ന് ഇത് ഇതാ ഓക്കെ ആക്കിട്ട് നീ ഒന്ന് പോകണ്ടു. വേണ്ട വെച്ചോ ഇങ്ങോട്ടൊന്നും അടുത്ത ഞാൻ ഇതുവരെ ഇവനെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഇവൻ എന്തെങ്കിലും ഇങ്ങനെ പൊട്ടത്തരം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവൻ സീരിയസ് ഫേസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവന്റെ. അതുകൊണ്ട് പറയുന്നത് അതായത് ഞാൻ നിന്നോട് ഐഡിയ ചോദിച്ചപ്പോൾ നീ എനിക്ക് ഐഡിയ തന്നു. അതാണ് അവന്റെ പ്രശ്നം. എനിക്ക് ഒരു ഐഡിയയും വേണ്ട, ഒന്നും വേണ്ട. നീ ഒന്ന് വെച്ചിട്ട് പോയെ. അവനെ ശരത്ത് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലടാ. റാംബോ വിളിക്കുക ഫുള്ള് ഇടാ. ഇവൻ മാസാണ്. ഇവൻ എല്ലായിടത്തും പോയി കഴിഞ്ഞാണ്. ഇന്നലെ കണ്ണൂർ പോയിട്ട് ആ പുള്ളറ മുന്നിൽ ഇവൻ മാസാണ്. ഇവൻ മാസം എടുക്കും. ലൈവ് അല്ലാത്ത സമയത്ത് നമ്മളവിടെ ഫുഡെല്ലാം കഴിക്കാൻ പോകുന്ന ആടെ തന്നെ ഇവൻ ഫുൾ മാസാണ്. ഇവൻ റാംബോനെ കടത്തിയിട്ട് നീ അടുത്തേക്ക് പോകും. അങ്ങനെ പറയാം പിള്ളേരെ മുന്നില്. നീ ചിരിച്ചോണ്ട് പറയുന്നത് എന്ത് റാംബോ മാസല്ലേ അല്ലേ? ചാറ്റ് എല്ലാരും റാംബോ മാസം. നീ എന്തിനാണ് ചിരിക്കണത്? എന്തോന്ന് മോളെ വെച്ചിട്ട് പോയെ? പ്രപ്പോസ് ചെയ്യാൻ പറയുന്ന നീ പ്രപ്പോസ് ചാറ്റ് പ്രപ്പോസ് ചെയ്യും. അല്ല ഞാൻ പ്രപ്പോസ് അങ്ങനല്ല ഇല്ല ഞാൻ പോയത് എടാ ഞാൻ ഒന്നും ചെയ്തില്ല. എടാ ചാറ്റ് പറഞ്ഞത് പ്രപ്പോസൽ. ചാറ്റ് നീ നോക്ക്. ചാറ്റിൽ എന്താ അവരെന്താ നോക്ക്. സ്ക്രിപ്റ്റ് അതിന്റെ ഉമ്മ സത്യം സ്ക്രിപ്റ്റ് അല്ല. എന്റെ ഇൻബോക്സിൽ നിന്റെ ഗേൾഫ്രണ്ടിന്റെ നമ്പർ ആയിരിക്കും ഞാൻ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് അല്ല ഉമ്മ സത്യം സ്ക്രിപ്റ്റ് അല്ല. അപ്പൊ ശരിക്കും ഗേൾ ഫ്രണ്ട് ആണെന്ന് നീ പറയുന്നു, ഇവള് ഗേൾ ഫ്രണ്ട് അല്ല എന്ന് പറയുന്നു. ഇതെന്താ ഇതിന്റെ സത്യാവസ്ഥ? ചാറ്റ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയണം. ഇത് കുറച്ച് ദിവസമായി തുടങ്ങി, 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയണം. ഇവിടെ എല്ലാവരും അറിയാൻ കാത്തിക്കുന്നത് ഗേൾ ഫ്രണ്ട് ആണോ അല്ലയോ. ഇതൊരു ഫൈനൽ ഉത്തരം കിട്ടണം. ചേർത്ത് ഒന്നും പറയുന്നില്ല. അതാണ് പ്രശ്നം. നീയായിട്ട് ഒരു ബന്ധവും ഇല്ല. മനസ്സിലായല്ലോ? ഒരു ബന്ധവും ഇല്ല. വെച്ചിട്ട് വെക്കൂ. അടുത്ത ആരെങ്കിലും വരും ഐഡിയ കൊടുക്കും. നീ എന്തോ ഓളെന്തോ തെറ്റിയതുപോലെ പറയുന്ന ഐഡിയ കൊടുക്കുന്ന എന്താണ് അത്ര വലിയ ഇതാ? എടാ നീ ഇങ്ങനെ പറഞ്ഞ ഓക്കെ നെഗറ്റീവ് വരെ നീ എന്താ ഇങ്ങനെ പറയുന്നത്? അടുത്ത ആരെയും വരുമോ അയാൾക്ക് ഐഡിയ കൊടുക്കുന്ന പറഞ്ഞ എടാ ഞാൻ ലൈവില് PUBG കളിക്കാനാണ് ഐഡിയ ചോദിച്ചത്. മനസ്സിലാ? അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് ആയിട്ടല്ല ചോദിച്ചത്. ലൈവിൻ്റെ അടക്കാന്നുള്ളോട് ഐഡിയ ചോദിക്കുന്നത്. അപ്പോൾ ഐഡിയ തരുന്നത് അതിലെന്താണ് ഇതുള്ളത്? ഒന്നിച്ച് ഗെയിം കളിക്കുന്നു. അതിലെന്താ തെറ്റുള്ളത്? എല്ലാരും ഒന്നിച്ച് കളിക്കാനല്ലേ? അതിനെന്താ? ഞാൻ കളിക്കാനില്ല മോളെ, നിങ്ങൾ കളിച്ചോ, ഞാനില്ല. ആര് പണെങ്കിൽ അതിന് നീ ഏതാ? കുറെ നേരമല്ല ഗുണഗുണഗുണമെന്ന് പറയാൻ തുടങ്ങിട്ട് നീ ആര്? എനക്കറിയില്ല. ചാറ്റ് പറയുന്ന പോലെ എന്താ ചെയ്യണ്ടേ? ഇത് സ്കിപ്പ് ചെയ്യണം. ഈ പരിപാടി സ്കിപ്പ് ചെയ്യണോ അതോ ഇത് ഞാൻ ചാറ്റ് തന്നെ എന്നോട് വെച്ച് പറഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് എന്നിട്ട് ഞാൻ സോൾവ് ചെയ്യാൻ ഇറങ്ങിയത്. ഇതെന്താ ചെയ്യണ്ടത്? ഇത് സ്കിപ്പ് ചെയ്യണോ സോൾവ് ചെയ്യാൻ ഇറങ്ങണം? എന്ത് പറയണം? ചാറ്റ് പറ. സ്കിപ്പ് ഓർ സോൾവ്? സ്കിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ലിയ, നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തീർക്ക്. മാക്സിമം ഞാനൊരു കുറ്റക്കാരനായിട്ട് ഇതിൽ വരരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കാരണം ഇതൊരു എടുങ്ങാറായി എന്നുള്ള ലെവലിൽ ഇവനും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്താ വെച്ചാൽ സംസാരിച്ച് സോൾവ് ചെയ്യും. ഓക്കെ, എല്ലാവരും സ്കിപ്പ് ചെയ്യാനോ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, സി യു.
ഇത്രയെല്ലാം കഷ്ടപ്പാടുണ്ട്, നിനക്കൊന്ന് വിളിച്ച് ഓക്കെ ആക്കിയാ പോരെ. അവള് കരയണേന് നമുക്കെന്താണ്? അവള് അറിയുന്നതിന് നമുക്കെന്താന്നാ? ഓള് ലൈവിലേക്ക് എങ്ങനെ എത്തിയ? നീ കാരണം, മനസ്സിലാ? നീ കാരണം. അപ്പൊ പിന്നെ ഞാൻ ലൈവില് ഒരു പെണ്ണിനെ കരയിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ എനക്കല്ല മോശം? അല്ല, കരയുന്നില്ലെന്നല്ലേ പറഞ്ഞേക്കണം, പിന്നെന്താ? ആ അല്ല, കരയുന്നല്ല. എന്താണ് പിന്നെ ഒരു ഉമ്മയും കൂടെ കൊടുക്കുന്നത്? അങ്ങനല്ലടാ എടാ, ഓള് സാഡാണ്, ടേക്ക് കെയർ അങ്ങനെ അല്ല വേണ്ട. ഓക്കെ ഒരു ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ലവ് യു ഉമ്മ. ഗുഡ് നൈറ്റ്. അല്ല അങ്ങനല്ല. എടാ ഇവരെന്താണ് ഇവരെന്നാ? എടാ ഞാൻ ഒരു നോർമൽ ഇതിലാതാണ് ഇത് പറയുന്നത്, നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ഡിലീറ്റ് നമ്പർ ഡിലീറ്റ് ചെയ്യണോ? വേണ്ട, എന്തിന് നമ്പർ എന്തിനു ഡിലീറ്റ് ചെയ്യണം? ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം, നിനക്ക് ചെയ്യുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യാം എന്തിന്? ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്യാം. ശരത്ത് ഓക്കെ അല്ലേ നോക്കുന്നത്? അവൾ കരയുന്ന മറ്റേ ഇമോജി ആയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം. നമ്പർ ഡിലീറ്റ് ചെയ്യാം. എന്തിനാണ് നമ്പർ ഡിലീറ്റ് ചെയ്യാം. ഓ ഇപ്പൊ ഒരു ദീർഘശ്വാസം വിട്ടോന് ഇപ്പം വിട്ടാണ്ടാ എനിക്ക്? ഞാൻ ശ്വാസം വിട്ടാണ് അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോ